ഇനി നമുക്ക് US-ക്ക് അമേരിക്കയ്ക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇതൊരു സ്പോൺസർഷിപ്പ് വിസയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ തന്നെ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വിസേൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 21 ജോബ് സെക്ടേഴ്സ് ആട്ടോ. അതായത് വ്യത്യസ്ത തരത്തിലുള്ള 21 ജോലികൾക്കാണ് ഇവർ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് പോകാനും പറ്റും. ഏകദേശം 65,000 ആളുകൾക്ക് പറ്റുന്ന വിസയാണിത്. അതുമാത്രമല്ല, ഈ ഒരു വിസയിൽ പോയാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഗ്രീൻ കാർഡ്, അതായത് ഒരു പെർമനൻറ്റ് റെസിഡൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വിത്ത് നമുക്ക് നമ്മളുടെ ഫാമിലിയോട് കൂടി തന്നെ അവിടെ സെറ്റിൽഡ് ആവാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ പോകാനായിട്ട് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതായത് IELTS, TOEFL, OET, PT ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടില്ല. സോ എന്തായാലും ഈ ഒരു വിസേനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട് നമുക്ക് എന്തൊക്കെ നോക്കി നോക്കാം. അതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഈ ഒരു വിസ ഏതാണ്, ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം.